എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജൂലൈ മാസത്തിൽ അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, മരണദുഃഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നക്ഷത്രജാതരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണണം. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന മുരുകൻ്റെ അനുഗ്രഹത്താൽ 9 നക്ഷത്രജാതർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും എന്നതാണ്. സാമ്പത്തിക തടസ്സങ്ങൾ, ജോലിസംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറും. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ എല്ലാത്തിൻ്റെയും അധിപനാണ്. ഓക്കെ, അപ്പോൾ ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം വേണ്ട നക്ഷത്രജാതരെ കുറിച്ചിട്ടാണ് പറയാം. ഏറ്റവും കൂടുതൽ വേണ്ട നക്ഷത്രജാതരെ കുറിച്ചിട്ടാണ് പറയാം. അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഉണ്ടാവണമെങ്കിൽ ആ അനുഗ്രഹത്താൽ നമുക്ക് ജോലി തടസ്സങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ മാറാനായിട്ടും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്കൊക്കെ പോകാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പോകാറുണ്ട്, ചെയ്യാറുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഓക്കെ, ഇന്ന ദിവസമാണ് പോകുന്നത്, അതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളവിടെ ഗുരുവായിട്ട് മാറുക. അപ്പോൾ ഈ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം കാണുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടാൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അത് ചെയ്ത് ഉപകാരം ഒരുപാട് പേർക്കുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയണത് ഈ നക്ഷത്രത്തിൽ പറയുന്ന 9 നക്ഷത്രങ്ങളുണ്ട്. മുരുകനെ വെറുതെ വിളിച്ചാൽ മതി, ഇങ്ങനെ തല മുമ്പിട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ശിരസിൽ ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് നമ്മുടെ 6 ചക്രങ്ങൾ ഉണർന്നും നമുക്ക് സർവ്വത്തിൽ ഐശ്വര്യാഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ മകീരം നക്ഷത്രം. മകീരം നക്ഷത്രത്തിന് ഭഗവാന്റെ മുമ്പിലൊന്ന് പോയി നിന്നാൽ പോലും അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയാം. അപ്പം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലും പോകണം, കൃഷ്ണൻ്റെ അമ്പലത്തിലും പോകണം. അത് കഴിഞ്ഞിട്ട് വേണം സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ അല്ലെങ്കിൽ ഷഷ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നെയ്വിളക്ക്, തിരുമധുരമൊക്കെ നടത്തുക. അവർ മകീരം നക്ഷത്ര ജാതകർ. അതുപോലെ ചിത്ര നക്ഷത്രങ്ങൾ ഭദ്രകാളിയുടെ അമ്പലത്തിലും ശിവൻ്റെ അമ്പലത്തിലും പോകണം. അതുപോലെ തന്നെ മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ കുമാരസൂക്തം, കദളിപ്പഴ നിവേദ്യമൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. ഭദ്രകാളിയുടെ പ്രീതിയും വേണം. അതുപോലെ തന്നെ നെയ്വിളക്ക്, മാലയൊക്കെ വഴിപാടൊക്കെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത തിരുവോണ നക്ഷത്രം. ഇവർ മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ തരണം ചെയ്ത് പോവുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് തിരുമധുരം വഴിപാട്, പഞ്ചാമൃത അഭിഷേകം നമുക്ക് വഴിപാട് ചൊവ്വാഴ്ചയൊക്കെ പോയിട്ട് ചൊവ്വാഴ്ച ഞായറാഴ്ചയൊക്കെ പോയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ വരുന്ന തിരുവോണ നക്ഷത്രം വരുന്ന മാസത്തിലൊന്ന് പോവുക, പടപൊടി അർച്ചനയൊക്കെ നടത്തുക. അപ്പോൾ ദേവിനെ അല്ലെങ്കിൽ കൃഷ്ണനെയൊക്കെ വിളിക്കണം, ദേവിനെയും കൃഷ്ണനെയൊക്കെ വിളിക്കണം പ്രധാനമായിട്ടും. ഓക്കെ, അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ മുരുകൻ്റെ അനുഗ്രഹം വേണ്ട നക്ഷത്രമാണ്. അപ്പോൾ ഇവരും ഭാഗ്യസൂക്ത അർച്ചനകൾ, അതുപോലെ കുമാരസൂക്ത അർച്ചനകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ചൊവ്വാഴ്ച പോയിട്ട് ഭഗവാനെ കുമ്പിട്ട് കിടന്ന് വിളിക്കുക. ലോകഗുരുവാണ്, നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പൂര നക്ഷത്രങ്ങൾ. ഭദ്രകാളിയുടെ ഒപ്പം തന്നെ മുരുകനെയും ഇവർ കൂടുതലായിട്ട് വിളിക്കണം. ഇവരാണെങ്കിൽ വണ്ടി വിളിച്ചു പോയി എന്തൊക്കെ ഇടാകൂടങ്ങൾ ഒപ്പിക്കാമോ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പോയി ചാടുന്ന ഒരു കൂട്ടരാണ് ഇവർ. ഭഗവാനെ തീർച്ചയായിട്ടും വിളിക്കുക, അപ്പോൾ ഇവരുണ്ടാവും. അതുപോലെ പൂയ നക്ഷത്രജാതർ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒന്നെങ്കിൽ സൗഹൃദമാവാം, അല്ലെങ്കിൽ ഗ്രഹത്തിലായിരിക്കും, ഭാര്യ ഭർത്താക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും കൂട്ടുകൂടുന്നവരോടൊക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു പ്രവണത ഉണ്ടാകും. കൂടുതലായിട്ടും വഴക്കിലേക്ക് ഒന്ന് കലാശിക്കുന്ന ഒരു സമൃദ്ധി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് സുബ്രഹ്മണ്യനെ കൂടുതലും വിളിക്കുക. എനിക്കിഷ്ടം കൃഷ്ണനെയാണ്, ഞാൻ കൃഷ്ണനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ കൃഷ്ണൻ്റെ ഒപ്പം തന്നെ മുരുകനെയും വിളിക്കണം. നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വരുന്നത് ലോകഗുരുവാണ്, ജ്യോതിഷങ്ങളുടെ ഗുരുവാണ്, ഋഷീശ്വരന്മാരുടെ ഗുരുവാണ്, അതുപോലെ തന്നെ അഗസ്ത്യമുനിയുടെ ഗുരുവാണ്. അപ്പം എല്ലാം ഗുരുവാണ്. ലോകഗുരുവാണ്, ജ്യോതിഷത്തിൻ്റെ പണ്ഡിതനാണ്, ഇതാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ സുബ്രഹ്മണ്യനെ അറിഞ്ഞ് വിളിക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ശ്രീകൃഷ്ണൻ്റെ ഒപ്പം തന്നെ കൃഷ്ണൻ വിളിക്കുക, സുബ്രഹ്മണ്യനെയും വിളിക്കുക, മുരുകനെയൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ അനിഴം നക്ഷത്ര ജാതകർ കൃഷ്ണനെയും വിളിക്കുക, ഇതിനെ വിളിക്കുക. നല്ല പാണ്ഡിത്യമൊക്കെ ഉള്ളവരാണ്, പക്ഷേ ഒരു സമയത്ത് ഉപകരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവം ശിവനാണ്, ആ ശിവൻ്റെ പുറകെ പോകും, ശിവനെ മാത്രം ഭജിക്കുക. ആ ശിവനെ കൂടി ഭജിക്കണ കൂട്ടത്തിൽ മുരുകനെ കൂടി ഭജിക്കുക. ഓക്കെ, ഐശ്വര്യം ഉണ്ടാവും. മുരുകനെ പോയി ഒന്ന് തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലൊക്കെ പോയിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും.
അതുപോലെ അടുത്ത ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ടീച്ചിങ് കഴിവുകൾ, ടീച്ചറാവാനുള്ള ഇതൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർ എന്തായാലും മുരുകനൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ അതുപോലെ കാണുന്നവരുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ ടീച്ചർമാർ, ജ്യോതിഷ പണ്ഡിതന്മാർ, ശാന്തിക്കാരായിട്ടുള്ളവർ, പൂജ പഠിക്കുന്നവരായിട്ടുള്ളവരൊക്കെ മുരുകനെ കൂടുതൽ വിളിക്കുക. മുരുകനാണ് ലോകഗുരു, ജ്യോതിഷ പണ്ഡിതൻ, എല്ലാത്തിനും ഗുരു സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യനെയും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലും പോവും. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടൊക്കെ തീർന്ന് നല്ല ഐശ്വര്യത്തിലേക്ക് വരും. ഇനിയിപ്പോൾ ഞാനൊരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെയ്ത് മറ്റുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് ചെയ്ത് നമ്മൾ വിജയിച്ചിട്ടുള്ള, പലർക്കും പറഞ്ഞു കൊടുത്ത എല്ലാ നക്ഷത്രക്കാർക്കും, ഇപ്പോൾ പറഞ്ഞ 9 നക്ഷത്രക്കാർക്ക് അല്ലാതെ ബാക്കിയുള്ള നക്ഷത്ര ജാതർക്കും ചെയ്യാം. അപ്പോൾ ആ നക്ഷത്ര ജാതരെക്കുറിച്ച് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്രിയനെ കുറിച്ച് പറയാം. നമ്മൾ വലത് കയ്യിൽ ഭസ്മം എടുക്കുക. എന്നിട്ട് സുബ്രഹ്മണ്യനെ വടക്കോട്ട് തിരിച്ചിരുന്ന് 18 പ്രാവശ്യം ശരവണഭവ, ഓം ശരവണഭവ എന്ന് പറഞ്ഞ മന്ത്രം 18 പ്രാവശ്യം ജപിക്കുക. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വലത് കയ്യിലൊരു ഭസ്മം എടുക്കുക. കുറച്ച് ഭസ്മം വലത്തെ കയ്യിൽ എടുത്തിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ അത് ഇപ്പുറത്തെ കയ്യിൽ ജപം കഴിഞ്ഞ് എന്നിട്ട് ഒരു പ്രാവശ്യം അത് ഇടത് കയ്യിലേക്ക് ആക്കിയിട്ട് തൊടുക. എന്നിട്ട് ഇതിങ്ങനെ തൊടുക. ശരവണഭവ എന്ന് മനസ്സിൽ പറഞ്ഞു പുറത്തേക്ക് വരുന്ന രീതിയിൽ ജപിക്കണം. ഓം ശരവണഭവ, ഓം ശരവണഭവ, മനസ്സിലല്ല പുറത്തേക്ക് വരുന്ന രീതിയിൽ ജപിക്കുക. ശരണഭ രഹസ്യമായിട്ട് ചെയ്യുക. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ ജപിക്കുന്ന വേളയിൽ ഭസ്മം തൊടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം തൊടാനായിട്ട്. ഓക്കെ, നല്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. സർവ്വത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു ഗുരുവായിട്ട് മാറുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്തേ.